morning students. Good morning. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചില്ലേ? നമുക്ക് കുറച്ച് പഠിച്ചാലോ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ പഠിക്കാൻ. നമ്മൾ ഏത് ചാപ്റ്റർ ആണ് മാത്സിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ഇന്റിജേഴ്സ് അല്ലേ? ഇന്റിജേഴ്സ് അല്ലേ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 61 അല്ലേ? ഇന്റിജേഴ്സ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായിരുന്നു ഇന്റിജേഴ്സ്? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇന്റിജേഴ്സ്? എന്തായിരുന്നു അല്ലേ? എന്താ? -3 -2 -1 0 1 2 3 അല്ലേ? ഇങ്ങനെ വരുന്ന ഈ എല്ലാ നമ്പേഴ്സിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഇന്റിജേഴ്സ്. 0 മുതൽ 1 2 3 ലെ പോസിറ്റീവ് സംഖ്യയും വരുന്നു, നെഗറ്റീവ് സംഖ്യയും വരുന്നു. ഈ 1 2 3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. -1 -2 -3 എന്നുള്ളതാണ് എന്തുമായിരുന്നു? നെഗറ്റീവ് ഇന്റിജേഴ്സ്. 0 എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണെങ്കിലും അത് പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ? പിന്നെ നമ്മൾ എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് നമ്മൾ നമ്പർ ലൈൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഇന്റിജേഴ്സിനെ അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇന്റിജർ എന്തായിരുന്നു? ഒരു ഇന്റിജർ തന്നാൽ അതിന്റെ സൈൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സംഖ്യ മാത്രം എഴുതുന്നു. ഇപ്പൊ -2 എന്ന് പറഞ്ഞ് തന്നിരുന്നാൽ ഇങ്ങനെ രണ്ടിൻ്റെ നമ്മൾ എന്തോ -2 ഇട്ടിട്ട് ആ മൈനസ് മാറ്റിയിട്ട് സംഖ്യ മാത്രം എഴുതുന്നു. അപ്പൊ -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്തായിരുന്നു? 2. സൈൻ ഇല്ലാതെ നമ്മൾ ആ സംഖ്യ മാത്രം എടുത്തെഴുതുന്നതിനാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇന്റിജർ എന്ന് പറഞ്ഞത് ഇല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തു, കുറച്ച് ഹോംവർക്കും ചെയ്തായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഓപ്പറേഷൻസ് ഓൺ ഇന്റിജേഴ്സ്. എന്താണ്? ഇന്റിജേഴ്സിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ച്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ ഇല്ലേ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഹോൾ നമ്പേഴ്സ് പഠിച്ചപ്പോഴും എന്തായിരുന്നു ഇല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചപ്പോഴൊക്കെ എന്താണ് അതിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. എന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ, നമ്മുടെ ഹോൾ നമ്പേഴ്സിന്റെ അഡീഷൻ, ഹോൾ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ, ഹോൾ നമ്പേഴ്സിന്റെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്തു. അതുപോലെ നമ്മൾ ഇന്റിജേഴ്സിന്റെയും അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഓൺ ഇന്റിജേഴ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് എന്തൊക്കെ വരും? അഡീഷൻ ഓഫ് ആൻ ഇന്റിജർ വരും ഇല്ലേ, സബ്ട്രാക്ഷൻ വരും, ഡിവിഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പൊ ഇന്ന് നമുക്ക് അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് നോക്കാം. എന്താണ് അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ്? അഡീഷൻ നോക്കാം. ഇന്റിജേഴ്സിനെ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം അതാണ് നമുക്ക് സ്റ്റഡി ചെയ്യാം. ടെക്സ്റ്റിൽ നോക്കിക്കേ. അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ്. We have learned how to add two whole numbers on the number line. ഇല്ലേ, നമ്പർ ലൈനിൽ നമ്മൾ എങ്ങനെ രണ്ട് ഹോൾ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. We shall extend the same method for addition for integers using the number line. അപ്പോൾ നമുക്ക് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്റിജേഴ്സിനെയും ഈ ഒരു നമ്പർ ലൈനിലിട്ട് അഡീഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? അഡീഷൻ ഓഫ് ഇന്റിജേഴ്സ് ആണ്. ടെക്സ്റ്റിൽ കണ്ടോ? adding -3 to a number means moving 3 steps to the left of the number. നെക്സ്റ്റ് നോക്കിക്കേ. adding -2 to a number means moving 2 steps to the left of the number എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ adding -2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യയിൽ നമ്മൾ 2 സ്റ്റെപ്പ് അല്ലേ ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് 2 സ്റ്റെപ്പ് പോകാനാണ് അല്ലേ, മൂവ് ചെയ്യണം. -2 എന്ന് പറഞ്ഞ ഒരു സംഖ്യ തന്നിരുന്നാൽ ആ -2ന്റെ ലെഫ്റ്റിലോട്ട് 2 സ്റ്റെപ്പ് മൂവ് ചെയ്യണം. ഇപ്പൊ -3 ആണെങ്കിൽ 3യിൽ നിന്ന് എത്രയാണ് അല്ലേ? -3 ആണെങ്കിൽ 3 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് പോകണം. അത് നമുക്ക് നമ്പർ ലൈനിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. നമ്മുടെ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആഡ് +7 -4 ഇല്ലേ? +7 ഉം -4 തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആഡ് ചെയ്യണം? നമ്പർ ലൈൻ വെച്ചിട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു നമ്പർ ലൈൻ അങ്ങ് വരയ്ക്കണം. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം നടുക്ക് 0 ആണ് വരുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് 1 2 3 4 5 നമുക്ക് 7 വരെ വരാം. 1 2 3 4 5 6 7. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ട ക്വസ്റ്റ്യൻ? +7 -4 തമ്മിൽ ആഡ് ചെയ്യാൻ. +7 എവിടെ വരാൻ നമ്മൾ ആദ്യം വരയ്ക്കണം. കണ്ടോ? +7 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ വരും. ഇനി എന്ത് ചെയ്യണം? ആ 7ൽ നിന്ന് 4 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. -4 അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? -4 -7 കണ്ടോ? ഇവിടെ 7ൽ നിന്ന് 4 ഇങ്ങോട്ട് 4 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. 1 അല്ലേ 2 3 4. ഇപ്പൊ എവിടെ വരെ വരും? 3 വരെ വരുമ്പോഴത്തേക്കും നമ്മുടെ 4 സ്റ്റെപ്പ് ആവും ഇല്ലേ?
ഓക്കെ 1 2 3 4 കണ്ടോ? 7 നിന്ന് തുടങ്ങി 6 5 4 3. അപ്പൊ നമ്മൾ ആൻസർ എത്ര വന്നു? 3 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ +7 -4 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? 3 ആണ് ആൻസർ വരുന്നത്. മനസ്സിലായോ നോക്കൊക്കെ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്പർ ലൈൻ വരച്ചു. അതിനകത്ത് നമ്മൾ സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ +7 എവിടെയാണ് അവിടെ വരെ വരച്ചിട്ട് നമുക്ക് എന്തുവാണ് കുറയ്ക്കാൻ? -4 ആണില്ലേ? +7ഉം -4ഉം ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പൊ ആ 7ൽ നിന്ന് 4 സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്നിരിക്കും 3 വന്നിരിക്കും. നമ്മുടെ ആൻസർ എത്രയാണ്? 3 അല്ലേ? ആൻസർ 3 അല്ലേ? നമ്പർ ലൈൻ വെച്ചിട്ട് നമ്മളത് കണ്ടുപിടിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആഡ് +3 -8 ഓൺ ദ നമ്പർ ലൈൻ. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുക. ആഡ് +3 ആൻഡ് -8. നമ്പർ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സംഖ്യയിൽ അടയാളപ്പെടുത്തണം. 0 1 2 3 4 5 6. ഇങ്ങോട്ട് എത്ര വരണം? അതുപോലെ 6 -1 -2 -3 -4 -5 -6. ബോർഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ എഴുതിയേക്കുന്നത് ചേർത്ത്. കാരണം ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ സംഖ്യകൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് വേണം? ഈക്വൽ ഡിസ്റ്റൻസിലാണ് എഴുതുന്നത്. നമ്മൾ ഇത്രയും സംഖ്യകൾ എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആഡ് +3. +3 എവിടെ വരും? ഇതാണ് +3. കണ്ടോ? ഈ +3യിൽ നിന്നും എത്രയാണ് നമുക്ക് ഒരു മൂവ് ചെയ്യണം? എത്ര സ്റ്റെപ്പ് മൂവ് ചെയ്യണം? 8 സ്റ്റെപ്പ് നമ്മൾ മൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എവിടെ വരെ വരും നോക്കിക്കേ. 1 2 3 4 5 കണ്ടോ? 5 6 7 8. നമ്മൾ 8 സ്റ്റെപ്പ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എവിടെ വന്നിരിക്കും? നമ്മുടെ ആൻസർ 5ൽ വന്ന് നിൽക്കും. അതായത് +3യിൽ നിന്ന് എത്ര നമുക്ക് ആഡ് ചെയ്യേണ്ടത്? 8 ആണല്ലേ? അപ്പം +3യിൽ നിന്ന് 8 സ്റ്റെപ്പ് നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? എത്രയാണ് നമ്മൾ ലാസ്റ്റ് വരച്ചത്? 5. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? -5 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്പർ ലൈനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പൊ രണ്ട് സംഖ്യകൾ തന്നാൽ +3ഉം -8ഉം തന്നാൽ നമ്പർ ലൈനിൽ അതിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? +3 ആദ്യം നമ്മൾ അടയാളപ്പെടുത്തുക. +3യിൽ നിന്ന് എത്ര ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കണം. ഇപ്പൊ 8 ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ 8 ലെഫ്റ്റിലോട്ട് +3യിൽ നിന്ന് 8 സ്റ്റെപ്പ് നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ആ ലാസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ആ 8ാമത്തെ സ്റ്റെപ്പ് നമ്മൾ എവിടെയാണോ വരയ്ക്കുന്നത് അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ എത്ര? -5. ക്ലിയർ ആയില്ലേ? ഇത്രയും ഇവിടെ ഉണ്ട് കേട്ടോ. -5ലാണ് വന്നിരിക്കുന്നത്. -5 നമ്മൾ എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ആഡ് -3 ആൻഡ് -6. ഇവിടെ രണ്ട് ചിഹ്നവും എന്താണ്? ഒരുപോലെ വന്നു ഇല്ലേ? രണ്ട് സൈനും ഒരുപോലെ വന്നു. എത്രയൊക്കെയാണ് ആഡ്? -3 ആൻഡ് -6. ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ലൈൻ വരയ്ക്കണം. എന്നിട്ട് അടയാളപ്പെടുത്തുക. സംഖ്യകൾ അടയാളപ്പെടുത്തണം. എത്ര നോക്കിക്കേ. ആദ്യം നമുക്ക് ഇപ്പത്തെ സൈഡില് 4 വരാം. 0 1 2 3 4. ഇവിടെ നമുക്ക് 10 വരെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. -1 -2 -3 -4 -5 -6 -7 -8 -9. എന്താണ്? നമ്മൾ ആദ്യം ഒരു നമ്പർ ലൈൻ വരച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് അടയാളപ്പെടുത്തി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? -3യിൽ നിന്ന് -6 ആഡ് ചെയ്യുക അല്ലേ? അപ്പൊ -3 ഇതാണ്. -3യിൽ നിന്ന് എത്രയാണ്? -6 ആണ്. അപ്പം 6 ഇങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്യണം. നോക്കിക്കേ. 1 2 3 4 5 6. അപ്പൊ 6 എവിടെ വന്നിരിക്കുന്നു? -9ൽ വന്നിരിക്കുന്നു കണ്ടോ. 3യിൽ നിന്ന് 6 സ്റ്റെപ്പ് ലെഫ്റ്റിലോട്ട് പോവുക. നമ്മൾ അങ്ങനെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ആൻസർ നമുക്ക് -3യിലാണ്. ആ 6ാമത്തെ സ്റ്റെപ്പ് തന്നെ ഏതാ? -9 ആണ്. അപ്പൊ ഈ -3 -6 ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? -9. മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ നമ്പർ ലൈനിൽ എങ്ങനെ നമ്മൾ സംഖ്യകൾ ആഡ് ചെയ്യും? മനസ്സിലായോ? ആ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ ആദ്യം തന്നിരിക്കുന്ന സംഖ്യ അടയാളപ്പെടുത്തുക.
അതിനുശേഷം രണ്ടാമത് നമുക്ക് കൂട്ടാൻ തന്നേക്കുന്ന നമ്പർ ഏതാണോ ആ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് ആ നമ്പർ എത്ര ലെഫ്റ്റിലോട്ട് എത്ര തവണയാണോ, അപ്പോൾ ഇവിടെ നമ്മൾ 6 ആയതുകൊണ്ട് 3യിൽ നിന്ന് 6 ടൈംസ് നമ്മൾ മൂവ് ചെയ്തു അല്ലേ, ലെഫ്റ്റ് സൈഡിലോട്ട് 6 ടൈംസ് മൂവ് ചെയ്ത് നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പോൾ സംഖ്യകൾ നോക്കിയിട്ട് ഇപ്പം ഇവിടെ -4 ആണെങ്കിൽ 4ൽ നിന്ന് 6 ടൈംസ് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പം നമ്പർ ലൈനിൽ ഈ ഒരു ആഡ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? നോക്കിക്കേ അടുത്തത്. From the above example, we obtain the rules for addition of integers. അപ്പോൾ നമ്മൾ എന്താണ് ഈ മുകളിൽ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ നിന്ന് അഡീഷൻ ചെയ്യുമ്പോൾ അല്ലേ കുറച്ച് റൂൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അഡീഷൻ ആയിട്ട് കുറച്ച് റൂൾ ഉണ്ട്. ആ റൂൾ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് സംഖ്യകൾ തമ്മിൽ അല്ലേ, രണ്ട് ഇൻറ്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കിയാലോ? റൂൾസ് ഫോർ അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. അതെന്തുവാ നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ നോക്കിക്കേ. റൂൾ ഫസ്റ്റ്, if two positive integers or two negative integers are added, we add their values regardless of their sign and give the sum their common sign. അപ്പോൾ എന്താണ്, ഒന്നുകിൽ രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യാൻ തന്നേക്കുന്നു, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യാൻ തന്നിരുന്നാൽ സൈൻ മാറ്റിയിട്ട് ആദ്യം നമ്മൾ ആ രണ്ട് സംഖ്യയെ തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിനിടയിൽ കോമൺ ആയിട്ടുള്ള സൈൻ ആയിരിക്കുമല്ലോ, അത് ഏത് സൈനാണോ ആ സൈനും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഫസ്റ്റ് റൂൾ എന്താണ്? if two positive integers or two negative integers ഇല്ലേ, ഒന്നുകിൽ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജർ ആവാം അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആവാം ആഡ് ചെയ്യാൻ തന്നാൽ we add their values regardless of their sign. അതിന്റെ സൈൻ മാറ്റിയിട്ട് നമ്മൾ ആദ്യം രണ്ട് സംഖ്യയെ തമ്മിൽ ആഡ് ചെയ്യുക. and give the sum their common sign. ആ കൂട്ടി കിട്ടുന്ന ആൻസറിന്റെ കൂടെ നമ്മൾ അതിന്റെ ആ കോമൺ സൈൻ ഏതാണോ, പ്ലസ് ആണെങ്കിൽ പ്ലസ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, ആ സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ നോക്കിക്കേ. add the following integers plus 27 ഇല്ലേ plus 90. ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യാൻ തന്നേക്കുക +27 +19. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 27 ഇവിടെ രണ്ടിന്റെ സൈൻ കോമൺ ആണല്ലേ, ഒരേ സൈൻ ആണ്, രണ്ടിനും പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം രണ്ട് സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. സൈൻ മാറ്റിയിട്ട് ആദ്യം രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 46. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് സൈനും കോമൺ ആയതുകൊണ്ട് തന്നെ ആ സൈനൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ ആൻസർ എത്ര വരും? +46 അല്ലെങ്കിൽ +46 എന്ന് വന്നു. കണ്ടോ? അതായത് രണ്ട് ഒരേപോലത്തെ സൈനുള്ള രണ്ട് ഇൻറ്റിജേഴ്സ് തന്നാൽ ഒന്നുകിൽ അത് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. രണ്ട് സംഖ്യയുടെയും സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള സൈൻ അങ്ങ് ഇട്ട് കൊടുക്കും. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത് നോക്കിക്കേ. മൈനസ് അല്ലേ, -42 ആഡ് ചെയ്യാൻ തന്നേക്കുന്നു, -35 ആഡ് ചെയ്യാൻ തന്നേക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 42 35 കൂടെ അങ്ങ് ആഡ് ചെയ്യണം ഇല്ലേ. ഇനി എന്ത് ചെയ്യണം? രണ്ടിനും കോമൺ ആയിട്ട് ഒരേ സൈൻ ആണുള്ളത്. ഏതാണ്? നെഗറ്റീവ് സൈൻ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ നെഗറ്റീവ് സൈൻ തന്നെ ഇട്ട് കൊടുക്കും. ഒരേ സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സംഖ്യയും കൂടെ ആഡ് ചെയ്തിട്ട് ആ കോമൺ ആയിട്ടുള്ള സൈൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ റൂൾ മനസ്സിലായല്ലോ. ഒന്നുകിൽ പോസിറ്റീവ് ഇൻറ്റിജർ ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റിജർ ആവാം. അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാൻ തന്നാൽ, ഇപ്പോൾ പോസിറ്റീവ് രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകളാണ് ആഡ് ചെയ്യാൻ തന്നാൽ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക, ആ പോസിറ്റീവ് സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. രണ്ടും നെഗറ്റീവ് ആണെങ്കിലും ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക, ആ നെഗറ്റീവ് സൈൻ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ റൂൾ മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്, നോക്കിക്കേ. നമുക്ക് അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. -5928 -965 അല്ലേ. അപ്പൊ ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? സെയിം തന്നെ ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ അല്ലേ, രണ്ട് സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് എന്താണ്? ആ നെഗറ്റീവ് ആണ്, രണ്ടിനും വന്നിരിക്കുന്ന സൈൻ ഒരുപോലത്തെ സൈൻ ആണ്. ആ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ആഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മുടെ ആൻസർ?
-6893. എന്തായാലും മനസ്സിലായോ? രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള സൈൻ നമ്മുടെ ആൻസറിന് ഇട്ട് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് റൂൾ മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്? സെക്കൻഡ് റൂൾ നോക്കിക്കേ. ടു ആഡ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് ഇന്റിജർ we find the difference between their numerical values regardless of their sign and give the sign of the integer with the greater value of it. നമ്മൾ രണ്ടാമത്തെ റൂൾ എന്താണ് പറയുന്നത്? ഒന്നുകിൽ ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് ഇന്റിജറും കൂടെ ആഡ് ചെയ്യാൻ നമുക്ക് തന്നേക്കും. നമ്മൾ എന്ത് ചെയ്യണം? we find the difference between their numerical values. നമ്മൾ എന്ത് ചെയ്യണം? ആ രണ്ട് സംഖ്യയുടെ ഡിഫറൻസ് കണ്ടിട്ട് അല്ലേ, സൈൻ മാറ്റി regardless of sign ആണ്, അവരുടെ സൈൻ മാറ്റിയിട്ട് ആ രണ്ട് സംഖ്യയുടെയും കൂടെ എന്ത് കാണണം? നമ്മുടെ ഡിഫറൻസ് കണ്ടിട്ട് ആ ഗ്രേറ്റർ നമ്പർ ഏതാണോ ആ നമ്പറിന്റെ സൈൻ അങ്ങ് ഇട്ട് കൊടുക്കണം. പക്ഷെ പറഞ്ഞ മനസ്സിലായോ? നമുക്കൊരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂടെ തന്നിരിക്കുന്നു. ഇപ്പൊ ടീച്ചർ ഒരു എക്സാമ്പിൾ, ടെക്സ്റ്റ് ഇല്ലാത്ത ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം -9 തന്നേക്കുന്നു ഇല്ലേ, +5 തന്നേക്കുന്നു. അപ്പൊ നമ്മൾ ഈ രണ്ട് സംഖ്യ തന്നേക്കുന്നു, ഒരു നെഗറ്റീവ് ഇന്റിജറും ഒരു പോസിറ്റീവ് ഇന്റിജറും തമ്മിൽ തന്നേക്കുന്നു. ഈ രണ്ട് ഇന്റിജറും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുമെന്നാ പറഞ്ഞത്? ആദ്യം നമ്മൾ ഈ രണ്ട് സംഖ്യയുടെ ഡിഫറൻസ് അങ്ങ് കാണണം. അപ്പൊ ഈ ഡിഫറൻസ് കാണുമ്പോൾ എത്ര വരും ഇല്ലേ? 9 5 പോയാൽ 4 ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഗ്രേറ്റർ സംഖ്യ ഏതാണ് ഇത് നോക്കണം. ഗ്രേറ്റർ വാല്യൂ ഉള്ള സംഖ്യ ഏതാണോ ആ സംഖ്യയുടെ സൈൻ ഏതാണ് അതങ്ങ് ഇട്ട് കൊടുക്കണം. മനസ്സിലായ ടീച്ചർ പറഞ്ഞത്? ഒരു പോസിറ്റീവ് ഇന്റിജറും ഒരു നെഗറ്റീവ് ഇന്റിജറും തന്നിരുന്നാൽ ആ രണ്ട് സംഖ്യയുടെയും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സംഖ്യയുടെ ഡിഫറൻസ് അങ്ങ് കണ്ടുപിടിച്ച് എഴുതണം. അതിനുശേഷം തന്നിരിക്കുന്ന വലിയ സംഖ്യ ഏതാണോ ആ സംഖ്യയുടെ സൈൻ ഏതാ അതെടുത്ത് നമ്മുടെ ആൻസറിലൂടെ എഴുതുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. കണ്ടോ? നമ്മുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ തന്നിട്ടുണ്ട് -36 + 9. നോക്കിക്കേ, -36 + 19. 9 അല്ല 19 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ -36 അല്ലേ +19 ആദ്യം നമ്മൾ ഈ സംഖ്യകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് 36 നമ്മൾ 19 കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ ഗ്രേറ്റർ സംഖ്യ ഏതാണ്? -36 ആണ് ഇല്ലേ? 36 ആണ് ഇവിടുത്തെ ഗ്രേറ്റർ സംഖ്യ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 36ന്റെ സൈൻ എടുത്ത് നമ്മുടെ ആൻസറിനകത്ത് ഇട്ട് കൊടുക്കും. മനസ്സിലായോ? രണ്ട് സംഖ്യകൾ നമുക്ക് ആഡ് ചെയ്യാൻ തന്നേക്കുന്നു. ഒന്ന് പോസിറ്റീവ് ഇന്റിജർ ആണ്, ഒന്ന് നെഗറ്റീവ് ഇന്റിജർ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ രണ്ട് സംഖ്യയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ നമ്മൾ കുറച്ചു, എന്നിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഏതാണോ ആ സൈനിൽ ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. 49 ഇല്ലേ +-27. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 49 നമ്മുടെ പ്ലസ് ആണ് അല്ലേ? ഇവിടെ ചിഹ്നമൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് പ്ലസ് ആണ്, പോസിറ്റീവ് സംഖ്യയാണ്. ഇവിടെ ചിഹ്നം ഇടുമ്പോഴാണ് അതെന്താ നെഗറ്റീവ് സംഖ്യ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 49 പോസിറ്റീവ് സംഖ്യ നമുക്കറിയാം. അപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇനി -27 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതേ സംഖ്യ ഏതാ? 49. അടുത്ത സംഖ്യ 27. അപ്പൊ 49 27 തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് കാണണം. എന്താണ് അത്? കുറയ്ക്കണം. 22. ഇനി ഇവിടുത്തെ വലിയ ഗ്രേറ്റർ സംഖ്യ ഏതാ? 49. 49ന്റെ സൈൻ ഏതാ? പ്ലസ്. ആ പ്ലസ് നമ്മുടെ ആൻസറിലാണ് ഇട്ട് കൊടുത്താൽ മതി. അതായത് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് ആ വലിയ സംഖ്യയുടെ സൈൻ ഏതാണോ ആ സൈനിന് ഇട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തെ റൂൾ മനസ്സിലായോ? In order to add two integers, unlike signs, we see which is more and by how much. അപ്പോൾ എന്താണ്? നമുക്ക് ഇങ്ങനെ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാൻ തന്നാൽ, രണ്ട് വ്യത്യസ്ത സൈനുള്ള രണ്ട് ഇന്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ തന്നാൽ ഏതാണോ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കാണുക. അതിനുശേഷം നമ്മൾ വലിയ സംഖ്യ ഏതാണോ നോക്കുക, അതിന്റെ സൈൻ ഏതാണോ അതെടുത്ത് നമ്മുടെ ആൻസറിന് കൊടുത്താൽ മതി. സെക്കൻഡ് റൂൾ ക്ലിയർ ആയോ? എങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. നോക്കിക്കേ, ആഡ് -2056 + 6000 അല്ലേ 679. എന്താണ്? -2056 പ്ലസ് അല്ലേ എന്താണ് 679. ഇങ്ങനെ രണ്ട് സംഖ്യകൾ തന്നേക്കുന്നു. ഇത് എന്താ ചോദിച്ചേക്കുന്നത്? രണ്ട് വ്യത്യസ്ത സൈനാണ് തന്നേക്കുന്നത്. ഈ സംഖ്യ നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
2056 അല്ലേ പ്ലസ് എത്രയാണ് 670. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം നമുക്ക് കാണണം. 1377 എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ഗ്രേറ്റർ സംഖ്യ ഏതാ ഇല്ലേ മൈനസ് 2056 ആണ്. അപ്പൊ നമ്മൾ ആ സൈൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ മൈനസ് 1377 എന്ന് വരും. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കേ. മൈനസ് 236 പ്ലസ് എത്രയാണ് 573. അപ്പൊ ഇവിടെ സൈൻ ഒന്നും ഇല്ല. ഇതിന്റെ അർത്ഥം എന്താ? അത് പോസിറ്റീവ് സംഖ്യയാണ്, ഇത് നെഗറ്റീവ് സംഖ്യയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം രണ്ട് സംഖ്യകൾ എഴുതുക. മൈനസ് 236 പ്ലസ് 573 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? വലിയ സംഖ്യ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ്. നമുക്ക് എത്ര ആൻസർ വരും? 337 വരും. ഇനി ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 573 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സൈനായ പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ പ്ലസ് 337 എന്ന് വരും. ഈ പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവിടെ പ്ലസ് ഇട്ടില്ലെങ്കിൽ ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ പോസിറ്റീവ് സംഖ്യ ആണെന്നാണ്. ഇവിടെ നെഗറ്റീവ് ഇടുമ്പോഴാണ് എന്ത്? അത് നെഗറ്റീവ് സംഖ്യ ആയിട്ട് മാറുന്നത്. പ്ലസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മള് എന്താണ് രണ്ട് റൂള് പഠിച്ചു ഇല്ലേ? ഒന്ന് എന്താണ് ആദ്യത്തെ റൂളിൽ പറഞ്ഞ എന്താണ്? രണ്ട് ഒരേപോലത്തെ സൈനുള്ള സംഖ്യകൾ ആഡ് ചെയ്യാൻ തന്നാൽ പ്ലസും പ്ലസും തരാം, നെഗറ്റീവ് നെഗറ്റീവ് തരാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അവർക്ക് കോമൺ ആയിട്ടുള്ള സൈൻ ഏതാണോ ആ സൈൻ തന്നെ നമ്മളങ്ങ് ഇട്ട് കൊടുക്കും ആൻസറിൽ. ഇനി രണ്ട് വ്യത്യസ്തമായ ഇൻഡിജേഴ്സ് സൈനുള്ള ഇൻഡിജേഴ്സ് തന്നിരുന്നാൽ പ്ലസും നെഗറ്റീവും തന്നിരുന്നാൽ അതിൽ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. അതിൽ നമ്മൾ ആദ്യം ചെറിയ സംഖ്യ കുറയ്ക്കും. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് ആ വലിയ ഗ്രേറ്റർ സംഖ്യ ഏതാണോ അതിന്റെ സൈൻ ഏതാണ് ആ സൈനെ ആൻസറിന്റെ അകത്ത് ഇട്ട് കൊടുക്കും. രണ്ട് റൂള് മനസ്സിലായേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം റൂൾ ഫോർ അഡീഷൻ ഓഫ് ഇൻഡിജേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ഓഫ് ഇൻഡിജേഴ്സ്. നമ്മൾ ഹോൾ വാല്യൂ പഠിച്ചപ്പോഴും അല്ലേ, ഹോൾ നമ്പേഴ്സ് പഠിച്ചപ്പോഴും നമ്മൾ കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. അതുപോലെ ഇൻഡിജേഴ്സിലും ഉണ്ട് കുറെ പ്രോപ്പർട്ടി. അപ്പൊ അഡീഷന്റെ അകത്തുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടിയിൽ പറയുന്നത്? ദ സം ഓഫ് ടു ഇൻഡിജേഴ്സ് ഈസ് ആൾവേസ് ആൻ ഇൻഡിജേഴ്സ്. അതായത് രണ്ട് സംഖ്യകളുടെ സം എന്ന് പറയുന്നത് ഇല്ലേ, എന്താണ് രണ്ട് സംഖ്യകൾ രണ്ട് ഇൻഡിജേഴ്സ് തമ്മിൽ കൂട്ടുമ്പം അതിന്റെ സം എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ തന്നെ ആയിരിക്കും ഇല്ലേ? എന്താ നമ്മുടെ എക്സാമ്പിൾ? 3 + 5 ആൻസർ എത്രയാണ്? 8. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിജർ ആണ്. അപ്പൊ എന്താണ് നമ്മൾ ആദ്യത്തെ നമ്മുടെ പ്രോപ്പർട്ടി? എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ ആണ്. ക്ലോഷർ പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്? രണ്ട് ഇൻഡിജേഴ്സിന്റെ സം എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആയിരിക്കും. എന്താ പറഞ്ഞത്? ദ സം ഓഫ് ദ ടു ഇൻഡിജേഴ്സ് ഈസ് ആൾവേസ് ആൻ ഇൻഡിജർ. രണ്ട് സംഖ്യകളുടെ സം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിജർ ആണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 + -5 നമ്മുടെ ആൻസർ എത്ര വരും? -8. 3 + -8 നമ്മുടെ ആൻസർ എത്ര വരും? വലിയ സംഖ്യ ഏതാ? 8. 8ൽ നമ്മൾ എത്ര കുറയ്ക്കണം? നമ്മൾ പഠിച്ച രണ്ട് സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യാൻ വന്നാൽ രണ്ട് നെഗറ്റീവ് സൈനുള്ള ഇൻഡിജേഴ്സ് നമ്മൾ ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും? രണ്ട് സംഖ്യകളുടെയും നമ്മൾ ഡിഫറൻസ് ആദ്യം കാണും. എന്നിട്ട് വലിയ സംഖ്യ ഏതാണോ അതിന്റെ സൈൻ ഇട്ട് കൊടുക്കും. അപ്പൊ 3 + -8 എന്ന് വെച്ചാൽ ആൻസർ എത്ര? -5. -5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ഓൾവേസ് ആൻ ഇൻഡിജർ ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി ശരിയായില്ലേ? രണ്ട് സംഖ്യകളുടെ രണ്ട് ഇൻഡിജേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് ആൻ ഇൻഡിജർ ഇല്ലേ? ഒരു ഇൻഡിജർ തന്നെ ആയിരിക്കും. അത് നോക്കിക്കേ. -3 + -9 -3 + -9 ആൻസർ എത്ര വരും? ഇങ്ങനെ ഒരേ സൈനുള്ള സംഖ്യകൾ നമ്മൾ ഇൻഡിജർ തമ്മിൽ ആഡ് ചെയ്യാൻ വന്നാൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? രണ്ട് സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു ഇല്ലേ? കൂട്ടിയിട്ട് കോമൺ ആയിട്ടുള്ള സൈൻ ഏതാണ് അത് ഇട്ട് കൊടുക്കുന്നു. അപ്പം -12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിജർ തന്നെയാണ്. അപ്പൊ രണ്ട് സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിജേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ ഈസ് ഓൾവേസ് ആൻ ഇൻഡിജർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? അതുപോലെ അടുത്ത ഒരു എക്സാമ്പിൾ ഉണ്ട്. 60 + -7 ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അല്ലേ, രണ്ട് സംഖ്യകൾ തമ്മിൽ
ആഡ് ചെയ്യാൻ തന്നേക്കുവാണ്. അപ്പൊ നമ്മൾ ഏത് സംഖ്യ, രണ്ട് സംഖ്യകളുടെ നമ്മൾ ഡിഫറൻസ് കണ്ടിട്ട് ഏത് സംഖ്യയാണോ വലുത് അതിന്റെ സൈൻ ഇട്ടുള്ളൂ. അപ്പൊ 9 എന്ന് പറഞ്ഞാലും എന്താണ്, ഒരു ഇന്റിജർ തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി ക്ലിയർ ആയേ. ക്ലോസ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സം ഓഫ് ദ ടു ഇന്റിജർ ഈസ് ആൾവേസ് ആൻ ഇന്റിജർ. രണ്ട് ഇന്റിജറിന്റെ സം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിജർ തന്നെ ആയിരിക്കും എല്ലായ്പ്പോഴും. ക്ലിയർ ആയേ. അടുത്ത സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കിക്കേ, ക്യുമുലേറ്റീവ് ലോ ഓഫ് അഡീഷൻ. എന്താണ് ക്യുമുലേറ്റീവ് ലോ ഓഫ് അഡീഷൻ? ഇഫ് എ ആൻഡ് ബി ആർ എനി ടു ഇന്റിജേഴ്സ് then a plus b is equal to b plus a. അപ്പം എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഇന്റിജേഴ്സ് തന്നിരുന്നു. അതിൽ a plus b എന്ന് പറഞ്ഞാലും അല്ലേ b plus a എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സാമ്പിളില് -3 plus 8. ഇത് നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 8 നമ്മൾ 3 വലതെങ്കിൽ രണ്ട് സംഖ്യ ഡിഫറൻസ് ആണ്. നമ്മുടെ ആൻസർ 5 ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ ഏത് സൈനാ, പ്ലസ് സൈൻ ആണ്, അത് ഇട്ട് കൊടുക്കണ്ട. നമ്മുടെ ആൻസർ 5 വന്നു. ഇനി തിരിച്ച് നമ്മൾ ഇടുവാണല്ലേ, 8 plus -3, അതായത് ഇത് എ ഇത് ബി. അത് നമ്മൾ ചെയ്തു, a plus b ഒരു ആൻസർ കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കുന്നത്, b plus a. b 8 ഇവിടെ കൊണ്ടുവന്നു, -3, അതായത് ഇത് ബിയും ഇത് എയും. ഇത് ആൻസർ എത്രയൊക്കെ ആയിരിക്കും? 8 നമ്മൾ 3 കുറയ്ക്കുന്നു, ചിഹ്നം എത്രയാണ്? പോസിറ്റീവ് തന്നെ. 8 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ. അപ്പൊ കിട്ടിയേ a plus b എന്ന് പറഞ്ഞാലും 5 ആണ്, b plus a എന്ന് പറഞ്ഞാലും 5 ആണ്. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ കറക്റ്റ് ആയില്ലേ? a plus b is equal to b plus a. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ എന്താണ് ഇത്, a plus b എന്ന് പറഞ്ഞ ഇന്റിജർ ആയാലും b plus a എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് a plus b യുടെ ആൻസറും b plus a യുടെ ആൻസറും തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി, ക്യുമുലേറ്റീവ് ലോ ഓഫ് അഡീഷൻ. മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ വന്നേക്കുന്നത് നോക്കിക്കേ. -4 plus -6. -4 plus -6 എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ നമുക്ക് തന്നിരിക്കുന്നു. ഇവിടെ എന്താണ്, ആദ്യം നമുക്ക് ഇത് എയും ഇത് ബിയും ആണ് ഇല്ലേ. അപ്പൊ ആദ്യം നമുക്ക് a plus b ചെയ്യാം. a plus b എന്ന് പറയുമ്പോൾ എന്താണ്, -4 plus -6 is equal to എത്ര വരും ഇല്ലേ? 6 4 10. എന്നിട്ട് അവിടെ ഒരേ കോമൺ സൈൻ ഏതാ, നെഗറ്റീവ് നമ്മൾ ഇട്ട് കൊടുത്തു. അടുത്ത നമുക്ക് b plus a ചെയ്യാം. ഇതിൽ b എത്ര, b plus a ചെയ്യുക. b എത്ര, -6 plus a എത്ര, -4. അപ്പോഴും നമ്മുടെ ആൻസർ എന്ത് തന്നെ വരും? 6 plus 4 is equal to 10. അടുത്ത സൈൻ ഏതാ, നെഗറ്റീവ്. കണ്ടോ? അപ്പൊ നമ്മൾ a plus b ചെയ്തപ്പോഴും 10 വന്നു, b plus a ചെയ്തപ്പോഴും 10 വന്നു. അപ്പൊ a plus b is equal to b plus c എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഏതാ, ക്യുമുലേറ്റീവ് ലോ ഓഫ് അഡീഷൻ. മനസ്സിലായോ? എന്താണ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്, a plus b is equal to b plus a. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ ലോ നോക്കിക്കേ, അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷൻ. അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷനിൽ എന്താ പറയുന്നത്, a b c 3 ഇന്റിജർ തന്നേക്കുന്നു. then a plus b plus c is equal to a plus b plus c. ഇത് എഴുതി കാണിച്ചു തരാം. മൂന്നാമത്തെ നമ്മുടെ ലോ ആണ് എന്ത് ലോ, അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷൻ. മൂന്നാമത്തെ നമ്മുടെ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷൻ. അപ്പൊ അസോസിയേറ്റീവ് ലോയിൽ എന്താണ് പറയുന്നത്, ടീച്ചർ പറഞ്ഞു അല്ലേ, a plus b plus c, അതായത് എയും ബിയും ബ്രാക്കറ്റിനകത്തിട്ട് c വെളിയിലിട്ട് ചെയ്താലും, ഇനി a വെളിയിലിട്ട് പ്ലസ് b plus c ചെയ്താലും നമുക്ക് ആൻസർ ഈക്വൽ ആണെന്നാണ് ഈ അസോസിയേറ്റീവ് ലോയിൽ പറയുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ -5 -7 3 മൂന്ന് ക്വസ്റ്റ്യൻ തന്നേക്കുന്നു. അപ്പൊ a plus b എന്ന് പറഞ്ഞാൽ ഇത് a ഇത് b ഇത് c. a plus b എന്ന് എത്ര, -5 plus -7 plus 3 എത്ര വരും? ഇത് നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ -5 ഉം -7 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക് ആൻസർ ഇല്ലേ, -12 plus 3. ഇതെങ്ങനെ വരും? ഇതിൽ ഏതാ വലിയ സംഖ്യ? 12. ആദ്യം നമ്മുടെ ഈ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് കാണണം അല്ലേ. ഡിഫറൻസ് കണ്ടിട്ട് എന്ത് വേണം, ഏതാണോ സൈൻ, വലിയ സംഖ്യയുടെ സൈൻ ഏതാണോ അത് ഇട്ട് കൊടുക്കണം.
നമ്മുടെ ആൻസർ -9 വന്നു. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പഠിച്ച രണ്ടാമത്തെ റൂള്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സൈൻ വന്നിരുന്നാല് രണ്ട് സംഖ്യയുടെ ഡിഫറൻസ് കാണുക, വലിയ ഗ്രേറ്റസ്റ്റ് വാല്യൂവിന്റെ സൈൻ ഏതാണ് അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് തിരിച്ചിട്ട് ചെയ്ത് നോക്കാം ഇല്ലേ? ഏതാണ്? എ വെളിയിൽ എടുത്തിട്ട് ബി പ്ലസ് സി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ -5 ആണ്. -5 നമ്മൾ പുറത്തെടുത്തു. പ്ലസ് -7 പ്ലസ് 3. പിന്നെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ? നമുക്ക് ആൻസർ എന്ത് വരും ഇല്ലേ? -5 വന്നു. പിന്നെ ഇത് എന്താണ്? ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ഇത് ഗ്രേറ്റർ വാല്യൂവിന്റെ സൈൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും? നമുക്ക് -4 വന്നു. അപ്പൊ ഇങ്ങനെ ആൻസർ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ഒരേപോലത്തുള്ള സൈൻ ഉള്ള സംഖ്യകൾ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് സംഖ്യകളും കൂടെ കൂട്ടിയിട്ട് ആ കോമൺ ആയിട്ടുള്ള സൈൻ അങ്ങ് ഇട്ട് കൊടുക്കും. കണ്ടോ? നമുക്ക് ശരിയായില്ലേ? a പ്ലസ് ബി പ്ലസ് സി ചെയ്തപ്പോഴും -9 വന്നു. a പ്ലസ് ബി പ്ലസ് സി ചെയ്തപ്പോഴും നമുക്ക് -9 വന്നു. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ലോ കറക്റ്റ് ആയില്ലേ? അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷൻ. അതിൽ എന്താ പറയുന്നത്? a പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു a പ്ലസ് ബി പ്ലസ് സി. ഇനി അടുത്ത നമ്മൾ നോക്കുമ്പം അടുത്ത ലോ നോക്കിക്കേ, നാലാമത്തെ ലോ. ഇഫ് a ഈസ് എനി ഇൻഡിജർ then a പ്ലസ് 0 ഈസ് ഈക്വൽ ടു a and 0 plus a is equal to a. അടുത്ത നമ്മുടെ റൂൾ ആണ് ഇല്ലേ? 0 വരുന്ന റൂൾ നോക്കിക്കേ. അപ്പം a എന്ന് പറയുന്ന ഏതൊരു ഇൻഡിജറിന്റെ കൂടെയും പ്ലസ് ആഡ് ചെയ്യാൻ തന്നാൽ നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? a ആയിരിക്കും ഇല്ലേ? അതുപോലെ 0യുടെ കൂടെ ഏതൊരു ഇൻഡിജർ ആഡ് ചെയ്യാൻ തന്നാലും നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? a തന്നെ ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ ടീച്ചർ പറഞ്ഞ മനസ്സിലായോ? അടുത്ത നമ്മുടെ നാലാമത്തെ റൂളാണ് ടീച്ചർ ഈ പറഞ്ഞത്. a എന്ന് പറയുന്ന ഏതൊരു ഇൻഡിജറിന്റെ കൂടെയും 0 ആഡ് ചെയ്യാൻ തന്നാൽ നമ്മുടെ ആൻസർ a തന്നെയാണ്. 0യുടെ കൂടെ ഏതൊരു ഇൻഡിജർ ആഡ് ചെയ്യാൻ തന്നാൽ നമ്മുടെ ആൻസർ എന്താണ്? a തന്നെ ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ? നോക്കിക്കേതാ? 8 പ്ലസ് 0 എത്ര നമ്മുടെ ആൻസർ? 8 ആണ് ഇല്ലേ? ഇനി അടുത്ത നോക്കിക്കേ, -3 പ്ലസ് 0. ഇവിടെ നമ്മുടെ ആൻസർ എത്ര? -3 ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 0 പ്ലസ് -5. അപ്പോൾ ആൻസർ എത്ര? -5. അപ്പോൾ നമ്മുടെ റൂൾ ശരിയായില്ലേ? ഏതൊരു ഇൻഡിജറിന്റെ കൂടെയും 0 ആഡ് ചെയ്യുമ്പോൾ ആ ഇൻഡിജർ തന്നെ വരും. 0യുടെ കൂടെ ഏതൊരു ഇൻഡിജർ ആഡ് ചെയ്താലും എന്താണ്? ആ ഇൻഡിജർ തന്നെ വരും. അപ്പോൾ നമ്മുടെ നാലാമത്തെ റൂൾ ക്ലിയർ ആയില്ലേ? ഏതൊരു ഇൻഡിജറിന്റെ കൂടെയും 0 വരുമ്പോൾ ആൻസർ എത്രയാണ്? നമ്മുടെ ആ ഇൻഡിജർ തന്നെയാണ്. അതുപോലെ ഏതൊരു 0യുടെ കൂടെയും ആ ഇൻഡിജർ വരുമ്പോൾ നമ്മുടെ ആൻസർ ഇൻഡിജർ തന്നെ ആയിരിക്കും. 0 ഈസ് കാൾഡ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ 0യെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത അഞ്ചാമത്തെ റൂൾ നോക്കേ. നമ്മളിനി അഞ്ചാമത്തെ റൂളാണ് നോക്കുന്നത്. ശ്രദ്ധിച്ചേ. The sum of an integer and its opposite is 0. Thus, if a is an integer, then a plus minus a is equal to 0. A and minus a are called opposites or negative or additive inverse of each other. അപ്പോൾ എന്താ നമ്മുടെ ലോ? അതായത് the sum of an integer and its opposite is 0. ഏതൊരു ഇൻഡിജറിന്റെ സം ആയാലും അതിന്റെ ഓപ്പോസിറ്റ് ആയാലും എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ഈസ് 0. അതുകൊണ്ട് സംഖ്യയുടെ സമ്മും അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം എന്താണ്? a പ്ലസ് മൈനസ് a is equal to 0 എന്നാണ് പറയുന്നത്. അതായത് എന്താണ്? 3 പ്ലസ് -3 എത്ര? 0 ആണ് വരുന്നത്. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഇനി എന്താണ്? -3 പ്ലസ് 3 അതും എന്തായിരിക്കും? 0 തന്നെ. ഇപ്പൊ ഏതൊരു ഇൻഡിജറിന്റെ സം ആയാലും അതിന്റെ ഓപ്പോസിറ്റ്സ് ആയാലും ആൻസർ 0 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ a ആൻഡ് മൈനസ് a, ഇതിലെ a മൈനസ് a നമ്മൾ എന്താണ് വിളിക്കുന്നത്? കാർഡ് ഓപ്പോസിറ്റ്സ് ഓർ നെഗറ്റീവ്സ് ഓർ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. അപ്പൊ ഈ രണ്ടും തമ്മിൽ എന്താണ്? ഒന്നുകിൽ നമ്മൾ ഓപ്പോസിറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഈ a മൈനസ് a. അഞ്ചാമത്തെ നമ്മൾ മനസ്സിലായോ? The additive inverse of 0 is 0. അപ്പോൾ 0 എന്ന് പറയുന്ന additive inverseന്റെ ആൻസർ എത്രയാണ്? 0 ആണ് അല്ലേ? ഇത് additive inverse of 0 എന്ന് പറഞ്ഞാൽ 0 അല്ല. എയുടെ additive inverse 0 ആണ് അല്ലേ? a plus negative എയുടെ additive inverse എത്ര? 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ?
ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സക്സസറും പ്രെഡസസറും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. സക്സസറും പ്രെഡസസർ ഓഫ് ആൻ ഹോൾ നമ്പേഴ്സ് ആയിരുന്നു പഠിച്ചെങ്കിൽ ഇവിടെ നമ്മൾ സക്സസർ ആൻഡ് പ്രെഡസസർ ഓഫ് എന്താണ് ആ ഇൻഡിജർ ആണ് പഠിക്കുന്നത്. അപ്പൊ ഇൻഡിജറിന്റെ സക്സസറും പ്രെഡസസറും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ സക്സസറും പ്രെഡസസറും നമ്മൾ ഹോൾ വാല്യൂവിൽ പഠിച്ച എങ്ങനെയായിരുന്നു, ഹോൾ നമ്പറിൽ പഠിച്ച എങ്ങനെയായിരുന്നു? ഒരു നമ്പർ തന്നിരുന്നാൽ അതിന്റെ സക്സസർ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ 4 ആണെങ്കിൽ സക്സസർ കാണാൻ പറഞ്ഞാൽ അതിന്റെ കൂടെ 1 ആഡ് ചെയ്ത് 5 ആണ് അതിന്റെ സക്സസർ. പ്രെഡസസർ കാണാൻ പറഞ്ഞാലോ 4ന്റെ 4 മൈനസ് 1 ആണ് 3 ആണ് അതിന്റെ പ്രെഡസസർ. അപ്പൊ അതേ റൂള് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇൻഡിജറിന്റെ കാര്യത്തിലും ഫോളോ ചെയ്യുന്നത്. നോക്കിക്കേ, a plus b is called the successor of a. അപ്പൊ എയുടെ സക്സസർ എന്ന് പറയുന്നത് എന്താണ്? a plus 1 ആണ് അല്ലേ. എയുടെ കൂടെ 1 കൂട്ടണം, അതാണ് എയുടെ സക്സസർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, a minus 1. ഇനി എയുടെ പ്രെഡസസർ എന്ന് പറഞ്ഞാൽ എന്താണ്? a minus 1. അതായത് എയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് എയുടെ പ്രെഡസസർ കിട്ടുന്നത്. ഇനി നമുക്കിത് നോക്കിക്കേ, സക്സസറും പ്രെഡസസറും സംഖ്യകളിട്ട് ചെയ്യാൻ പഠിക്കാം. അപ്പൊ അത് 90 എന്ന് പറയുന്ന സംഖ്യയുടെ സക്സസർ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 90 plus 1 എത്ര കിട്ടും? 20. അപ്പൊ 90 എന്ന് പറയുന്ന സംഖ്യയുടെ സക്സസർ എത്ര? 20 അല്ലേ. പ്ലസ് 1 ആഡ് ചെയ്യുന്നു. The successor of minus 8 അല്ലേ. സക്സസർ ഓഫ് മൈനസ് 8. മൈനസ് 8ന്റെ സക്സസർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് 1 ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ റൂൾ നോക്കണം അല്ലേ. രണ്ട് വ്യത്യസ്ത സൈനുള്ള ഇൻഡിജറിന്റെ കാര്യം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ സൈൻ നോക്കണം, അതിന്റെ റൂളും നോക്കണം. അപ്പൊ ഇതിവിടെ തന്നെങ്കിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? വ്യത്യസ്തമായിട്ടുള്ള 2 സംഖ്യകൾ തന്നേക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 2 സംഖ്യയുടെ ഡിഫറൻസ് കാണുക, ഗ്രേറ്റർ സംഖ്യ ഏതാണോ അതിന്റെ സൈൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ മൈനസ് 8ന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -7 ആണ് അല്ലേ. ഈ -7 അപ്പൊ നിങ്ങൾ ചോദിക്കും ടീച്ചറെ സക്സസർ എന്ന് പറയുമ്പോൾ നമ്മൾ 1 ആഡ് ചെയ്തിരുന്നു, അപ്പൊ 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9 അല്ലേ നമ്മൾ ചോദിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഇൻഡിജർ ആയതുകൊണ്ട് ഇവിടെ സൈൻ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. -8ന്റെ കൂടെ നമ്മൾ 1 കൂട്ടാൻ പോവുകയാണ്, വെറും 8ന്റെ കൂടെ അല്ല, -8ന്റെ കൂടെയാണ് നമ്മൾ 1 ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ മൈനസ് വന്നത് കൊണ്ട് അല്ലേ, സൈൻ വന്നതുകൊണ്ട് നമ്മൾ ഇൻഡിജേഴ്സിന്റെ ആഡ് ചെയ്യുന്ന റൂൾ ഓർക്കണം. 2 വ്യത്യസ്തമായ സൈൻ വന്നിട്ടാ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ആ 2 സംഖ്യയിലെ ഡിഫറൻസ് കണ്ടിട്ട് ഗ്രേറ്റർ സംഖ്യയുടെ ചിഹ്നം സൈൻ ഏതാണോ അതാണ് നമ്മൾ ആൻസർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം -8ന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ എന്താണ്? -7 ആണ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, -18 അല്ലേ. -18 പ്ലസ് അല്ലേ -8 സക്സസർ ആണ് പറഞ്ഞേക്കുക. നമ്മൾ എങ്ങനെ കാണും? -8ന്റെ കൂടെ 1 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര വരും? നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന് ആൻസർ എത്ര വരും? -17 വരും. എങ്ങനെ വന്നു? -18 പ്ലസ് 1 അല്ലേ. വ്യത്യസ്തമായ 2 ചിഹ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ സംഖ്യയുടെ ഡിഫറൻസ് കാണുന്നത്, അതായത് 18ൽ 1 കുറച്ചിട്ട് ഗ്രേറ്റർ വാല്യൂ സംഖ്യ ഏതാ? 18 ആണ്. അതിന്റെ സൈൻ നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ -18ന്റെ സക്സസർ എത്രയാണ്? -7. ക്ലിയർ ആയോ മക്കൾക്ക്? നമ്മൾ സാധാ ഒരു സംഖ്യ ആയിരുന്നെങ്കിൽ ഇല്ലേ, ഇൻഡിജർ സൈൻ ഒന്നും വരാത്ത സംഖ്യ ആയിരുന്നെങ്കിൽ ഇപ്പം 18 ആയിരുന്നെങ്കിൽ എന്റെ കൂടെ 1 ആഡ് ചെയ്ത് 19 എഴുതും. പക്ഷെ ഇവിടെ മൈനസ് വന്നത് കൊണ്ടാണ് നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് 17 വരുന്നത്. ഇനി ഇത് പ്രെഡസസർ ഓഫ് 10 ഈസ് എത്രയാണ്? അതായത് 10ന്റെ പ്രെഡസസർ ആണ്. പ്രെഡസസർ എന്ന് വെച്ചാൽ എന്താണ്? തന്നേക്കുന്ന സംഖ്യ നമ്മൾ 1 കുറയ്ക്കണം അല്ലേ. എത്ര വരും? 10ന്റെ പ്രെഡസസർ എത്ര? 9 വന്നാണ്ടോ? ഇനി അടുത്ത നോക്കിക്കേ, ദ പ്രെഡസസർ ഓഫ് -20. -20യുടെ പ്രെഡസസർ എത്ര ആയിരിക്കും? നമ്മൾ എന്ത് ചെയ്യണം? -20ൽ നിന്ന് 1 കുറയ്ക്കണം. കണ്ടോ? അപ്പൊ ഇവിടെ ചിഹ്നം വന്നു. ഏത് ചിഹ്നമാണ് വന്നത്? ഒരേപോലത്തെ ചിഹ്നം വന്നു. ഒരേപോലത്തെ ചിഹ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ ഒരേപോലത്തെ ചിഹ്നം അതങ്ങ് ഇട്ട് കൊടുക്കും. 20 + 1 = 21. എത്രയാണ് അതിന്റെ സൈൻ? നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് സൈൻ അങ്ങ് ഇട്ട് കൊടുക്കും. പക്ഷെ ഇവിടെ പ്രെഡസസർ ആണെങ്കിൽ നമുക്ക് ആൻസർ എന്താണ് അല്ലേ? 1 കുറയ്ക്കുകയാണ്. അപ്പം നമ്മൾ പറയും 19 അല്ലേ ടീച്ചറെ വരേണ്ടിയിരുന്നെന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ സൈൻ ഉള്ളത് കൊണ്ടാണ് ആ 2 ഒരേപോലത്തെ സൈൻ വന്നതുകൊണ്ട് നമ്മൾ 2 സംഖ്യ തമ്മിൽ ആഡ് ചെയ്തു, എന്നിട്ട് അതിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു. ക്ലിയർ ആയോ? അപ്പം ആ 2 ഇൻഡിജേഴ്സിന്റെ സക്സസറും പ്രെഡസസറും എഴുതുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് ഇനി നമ്മുടെ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കഴിഞ്ഞ് നമ്മൾ എന്തോ നോക്കിയത്? അഡീഷൻ ഓഫ് ആൻ ഇൻഡിജർ ഇല്ലേ. ഒരു ഇൻഡിജറിന്റെ
അഡീഷൻ. അതിൽ നമ്മൾ 2 റൂള് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഒരേപോലത്തെ 2 ചിഹ്നം വന്നാൽ സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ ഏതാണോ കോമൺ ആയിട്ടുള്ള സൈൻ അത് നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മൾ പറഞ്ഞ റൂൾ ഏതായിരുന്നു? വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 സൈൻ വരുവാണെങ്കിൽ, ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും വരുവാണെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് എഴുതിയിട്ട് ഏതാണോ ഗ്രേറ്റസ്റ്റ് നമ്പർ അതിന്റെ സൈൻ നമ്മളത് ഇട്ട് കൊടുക്കും ആൻസറിൽ. പിന്നെ നമ്മൾ എന്താണ് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത് ഇല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ ആയിരുന്നു. അതായത് ഒരു ഇൻഡിജേഴ്സിന്റെ അല്ലെ 2 ഇൻഡിജേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ അത് ഇൻഡിജർ തന്നെ ആയിരിക്കും. 2 ഇൻഡിജർ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇൻഡിജർ തന്നെയാണ്. ക്യുമുലേറ്റീവ് ലോ ഓഫ് അഡിഷനിൽ നമ്മൾ എന്തുവാ പറഞ്ഞത്? a പ്ലസ് ബി എന്ന് പറഞ്ഞ ഇൻഡിജർ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി ഇല്ലേ? a പ്ലസ് ബി ആയാലും ബി പ്ലസ് എ ആയാലും ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. മൂന്നാമത് അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷനിൽ നമ്മൾ എന്തുവാ പറഞ്ഞത്? a പ്ലസ് ബി പ്ലസ് സി ഇല്ലേ? ആദ്യം നമ്മൾ a പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു a പ്ലസ് ബി പ്ലസ് സി. അതായത് a നമ്മൾ വെളിയിലിട്ട് ആദ്യം നമ്മൾ a പ്ലസ് ബി തമ്മിൽ ആഡ് ചെയ്താലും ഇല്ലേ a പ്ലസ് ബി പ്ലസ് സി ആയാലും a പ്ലസ് ബി പ്ലസ് സി ആയാലും ഈക്വൽ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞത്? a പ്ലസ് 0 ഒരു ഇൻഡിജറിന്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ ആൻസർ ആ ഇൻഡിജർ തന്നെയാണ്. ഒരു 0യുടെ കൂടെ ഒരു ഇൻഡിജർ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ആ ഇൻഡിജർ തന്നെയാണെന്ന് പറഞ്ഞു. അടുത്തല്ലോ എന്താ പറഞ്ഞത്? ദ സം ഓഫ് ആൻ ഇൻഡിജർ ആൻഡ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇല്ലേ? ഒരു 0 നമ്മളൊരു ഇൻഡിജറിന്റെ സം എടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ആൻസർ 0 ആയിരിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ സക്സസർ പ്രെഡസസർ ഓഫ് ആൻ ഇൻഡിജർ. സക്സസർ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും പ്രെഡസസർ 1 ആഡ് ചെയ്യുക ആ സംഖ്യയിൽ നിന്ന് അല്ലേ? നെഗറ്റീവ് പ്രെഡസസർ എന്ന് വെച്ചാൽ 1 മൈനസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്തത്. ഈ ടെക്സ്റ്റിലെ പേജ് നമ്പർ 68 എടുത്ത് അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 7, 8 ഇത്രയും ക്വസ്റ്റ്യൻ. 6 ഇല്ല, ബാക്കി 1, 2, 3, 4, 5, 7, 8 6 ഇല്ല, ബാക്കി ഇത്രയും ഹോംവർക്കാണ്. 1 മുതൽ 8 വരെ. അതിൽ 6 അങ്ങ് ഒഴിവാക്കിയാൽ ബാക്കി ഇത്രയും എന്താണ്? ഹോംവർക്കാണ്. ചെയ്യുക. ടീച്ചറിന് ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തരണം. അത് നമുക്ക് ക്ലാസ് തന്നെ ചെയ്യാം. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? നമുക്ക് കുറച്ച് നേരം കമ്പ്യൂട്ടർ പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പേജ് നമ്പർ 28 പേജ് നമ്പർ 20 എടുത്ത് എല്ലാവരും പേജ് നമ്പർ 20 എടുത്തോ. ഓക്കെ, നമ്മൾ ലെസൺ 3 ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് വേർഡ് ലെസൺ 3 ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ആമുഖമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് എടുത്തല്ലോ? ടെക്സ്റ്റ് നമ്പർ 21 എടുത്തല്ലോ? ശ്രദ്ധിച്ചിട്ടേ. ഇൻട്രൊഡക്ഷൻ എന്താണ്? ആമുഖം. ഇൻട്രൊഡക്ഷൻ എന്താണ്? ആമുഖം. Microsoft Word 2007 is an application software and a part of MS Office package. Microsoft Word 2007 is an application software and a part of MS Office package. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ MS ഓഫീസിന്റെ ഭാഗവുമാണ്. മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ MS ഓഫീസിന്റെ ഭാഗവുമാണ്. It is a full-featured word processing program that allows you to create professional quality documents such as letters, vouchers, newsletters, reports, and charts. It is a full-featured word processing program that allows you to create professional quality documents such as letters, vouchers, newsletters, reports, and charts. അതായത് അക്ഷരങ്ങൾ, ബ്രഷുകൾ, വാർത്താബോധങ്ങൾ, പിന്നെ റിപ്പോർട്ടുകൾ, ചാർട്ടുകൾ, അങ്ങനെയുള്ളവയെല്ലാം എന്താ പ്രൊഫഷണൽ അളവിലുള്ള രേഖകൾ സൃഷ്ടിക്കാൻ നിങ്ങളെ അത് അനുവദിക്കുന്നത്. അതായത് നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഈ റിപ്പോർട്ടുകളായാലും ചാർട്ടുകളായാലും അതെല്ലാം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു. സൃഷ്ടിക്കാൻ നിങ്ങളെ അതിൽ അനുവദിക്കുന്ന ഒരു പൂർണ്ണ സവിശേഷതയുള്ള വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണിത്. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഈ ന്യൂസ് ലെറ്റേഴ്സും റിപ്പോർട്ടേഴ്സും ഒക്കെ എന്താ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സിംഗ് പ്രോഗ്രാമാണ്. മനസ്സിലായത്? Creating and formatting a Word document is relatively easy. Creating and formatting a Word document is relatively easy. അതായത് ഒരു വേർഡ്
create and formatting your Word document is relatively easy. അതൊരു Word document നിർമ്മിക്കാനും ഇത് ഫോർമാറ്റ് ചെയ്യാനും താരതമ്യേന എളുപ്പമാണ്. Microsoft Word 2007 is an application software and a part of MS Office package. It is a full-featured word processing program that allows you to create professional quality documents such as letters, concepts, newsletters, reports, and charts. Creating and formatting a Word document is relatively easy. Create a web banner in Microsoft Word. Create a web banner in Microsoft Word. Create a web banner in Microsoft Word. Microsoft Word creative web banner. Microsoft Word creative web banner. Microsoft Word 2007 is not necessarily a web tool. Microsoft Word 2007 is not necessarily a web tool. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 നിർബന്ധമായ ഒരു വെബ് ഉപകരണമല്ല. മൈക്രോസോഫ്റ്റ് വേർഡ് 2007 പൂർണ്ണമായ ഒരു വെബ് ഉപകരണമല്ല. We can actually create web banner as directly in Microsoft Word. We can actually create web banner and directly in Microsoft Word. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് നേരിട്ട് വെബ് ബാനർ പരസ്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് നേരിട്ട് വെബ് ബാനർ പരസ്യങ്ങൾ നിർമ്മിക്കാൻ കഴിയും. മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് നേരിട്ട് തന്നെ വെബ് ബാനർ പരസ്യങ്ങൾ നമുക്ക് നിയമിക്കാൻ കഴിയും. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് നേരിട്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? വെബ് ബാനർ പരസ്യങ്ങൾ നിയമിക്കാൻ നമുക്ക് കഴിയും. അത് നോക്കിയാൽ അതിൽ ഫസ്റ്റിലെയാണ് ഓപ്പൺ അപ്പ് വേർഡ് 2007. It will automatically have a new blank document. Open up Word 2007. അതായത് 2007 തുറക്കുക. ഇതില് it will automatically have a new blank document. ഇത് സ്വയമേവ ഒരു പുതിയ ശൂന്യമായ പ്രമാണം ഉണ്ടാകുന്നത്. സ്വയമേവ എന്താ പുതിയൊരു ശൂന്യമായിട്ടുള്ള പ്രമാണം, അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാകും. Go to the tab page layout, choose size and choose more paper size at the bottom. അതായത് ടാബ് പേജ് ലേഔട്ടിലേക്ക് പോവുക. അതിനുശേഷം ടാബ് പേജ് ലേഔട്ടിലേക്ക് പോവുക. അതിനുശേഷം വലിപ്പം തിരഞ്ഞെടുത്ത് ചുവടെ കൂടുതൽ പേപ്പറുകളും പലതും വലിപ്പം തിരഞ്ഞെടുക്കുക. അതായത് ടാബ് പേജ് ലേഔട്ടിലേക്ക് പോയതിനു ശേഷം വലിപ്പം തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക? ചുവടെ കൂടുതൽ പേപ്പർ വലിപ്പം തിരഞ്ഞെടുക്കും. വലിപ്പത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. അതായത് ലേഔട്ട് ചെയ്തതിനു ശേഷം വലിപ്പം തിരഞ്ഞെടുത്തതിനു ശേഷം എന്ത് ചെയ്യുക? കൂടുതൽ പേപ്പർ വലിപ്പത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ. ഫ്രം ദ പോപ്പ്-അപ്പ് വിൻഡോ, രണ്ടാമത്തെയാണ് ഫ്രം ദ പോപ്പ്-അപ്പ് വിൻഡോ പേജ് ലേഔട്ട്. ഫ്രം ദ പോപ്പ്-അപ്പ് വിൻഡോ പേജ് ലേഔട്ട് ചൂസ് margins and then choose custom margins. From the pop-up window page layout, choose margin and then choose custom margins. Pop-up window page layout നിങ്ങൾ മാർജിനിലേക്ക് തിരഞ്ഞെടുത്തത് കസ്റ്റം മാർജിനുകൾ തിരഞ്ഞെടുക്കുക. പോപ്പ്-അപ്പ് അതായത് പോപ്പ്-അപ്പ് വിൻഡോ പേജ് ലേഔട്ട് ചെയ്യുക. പോപ്പ്-അപ്പ് വിൻഡോ പേജ് ലേഔട്ടിൽ എന്താ മാർജിനുകൾ തിരഞ്ഞെടുത്ത് കസ്റ്റം മാനേജറുകൾ തിരഞ്ഞെടുത്തതിനു ശേഷം മാർജിനിലേക്ക് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ഓൺ ദ മാർജിൻ ഓൺ ദാറ്റ് സെക്ടർ ടോപ്പ് ബോട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ടു 0. നെക്സ്റ്റ് എന്ത് ചെയ്യുക? മാർജിൻ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് ആദ്യം എന്ത് ചെയ്യുക? മാർജിൻ ക്ലിക്ക് ചെയ്യാത്ത മാർജിൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ടെക്സ്റ്റ് ടോപ്പ് താഴെ ഇടത് വലത് മാർജിനുകൾ 0ലേക്ക്, അതായത് ടെക്സ്റ്റ് ടോപ്പില് ഇടത് വലത് മാർജിനുകൾ എന്ത് ചെയ്യുക? 0ലേക്ക് വെക്കുക. അതായത് നെക്സ്റ്റ് ക്ലിക്ക് ഓൺ ടു ദ മാർജിൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓൺ ദ സെറ്റ് ടോപ്പ് ബട്ടൺ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ടു 0. അതായത് ആ ടെക്സ്റ്റ് ടോപ്പ് അതായത് ടോപ്പിൽ താഴെ ഇടത് വലത് മാർജിനുകൾ എന്ത് ചെയ്യുക? 0ലേക്ക് കൊണ്ടുവരിക. ഇടത് വലത് മാർജിനുകൾ എന്ത് ചെയ്യുക? 0ലേക്ക് കൊണ്ടുവരിക. അത് മൂന്നാമത് നോക്കിക്കേ. On the same pop-up window choose paper. On the same pop-up window choose paper. അതേ pop-up windowയിലെ പേപ്പർ തിരഞ്ഞെടുക്കുക. അതായത് on the same
പേപ്പർ സൈഡ് പ്രോപ്പർ ഡൗൺ ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്യുക, ഇഷ്ട ആൻസറിന് വലിപ്പം തിരഞ്ഞെടുക്കുക. അതിനുശേഷം നോക്കിക്കേ, there enter windows to 7 inches and height to 2 inches. അതായത് അവിടെ വീതി 7 ഇഞ്ച് വരെയും ഉയരം 2 ഇഞ്ച് വരെയും നൽകുക. അതിൽ എന്ത് ചെയ്യുക, ഈ സൈഡ് ടോപ്പ് ഡൗൺ ലിസ്റ്റ് ഇഷ്ടാനുസരണം വലിപ്പം തിരഞ്ഞെടുത്തതിന് ശേഷം അതിന്റെ വീതി എന്ത് ചെയ്യുക, 7 ഇഞ്ചും ഉയരം എന്ത് ചെയ്യുക, 2 ഇഞ്ചും വരെയും നൽകുക. വീതി 7 ഇഞ്ച് വരെയും വലിപ്പം അതായത് ഉയരം 2 ഇഞ്ച് വരെയും നൽകുക. ഏകദേശം approximately 595 px by 680 px. This is approximately 195 px by 680 px. അതായത് ഇത് ഏകദേശം 195 px മുതൽ 680 px വരെ നൽകുന്നു. അടുത്ത നോക്കിക്കേ, നാലാമത്തെ നോക്കിക്കേ, then click on the layout tab and set the size from the border and footer to 0 as well. Then click on the layout tab and set the size for the head and footer to 0 as well. Then click on the layout tab and set the size for the head and footer to 0 as well. അതായത് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത ഹാർഡിന്റെയും ഫൂട്ടറിന്റെയും വലിപ്പം 0 സജ്ജമാക്കുക. ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഇതിനുശേഷം എന്ത് ചെയ്യുക, ലേഔട്ട് ടാബിൽ വലിപ്പം തിരഞ്ഞെടുത്തതിന് ശേഷം ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഹാർഡിന്റെയും ഫൂട്ടറിന്റെയും വലിപ്പം എന്ത് ചെയ്യുക, 0 അതായത് വീതി 7 ഇഞ്ചും ഉയരം 2 ഇഞ്ചും സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, then click on the layout tab and set the size from the header and footer to 0 as well. അതായത് ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഹാർഡിന്റെയും ഫൂട്ടറിന്റെയും വലിപ്പം എന്ത് ചെയ്യുക, 0 സജ്ജമാക്കുക. അടുത്ത അഞ്ചാമത്തെ നോക്കിയേ, go back to the page layout tab and set the page color to blue. അതായത് go back to the page layout tab and set the page color to blue. പേജിലെ ലേഔട്ട് ടാബിലേക്ക് തിരികെ പോയതിനു ശേഷം ആ പേജിന് നിറം നീലയായി സജ്ജമാക്കുക. പേജിലെ ലേഔട്ട് ടാബിലേക്ക് തിരികെ പോയതിനു ശേഷം എന്ത് ചെയ്യുക, ആ പേജിന്റെ നിറം എന്ത് ചെയ്യുക, നീലയായി സജ്ജമാക്കുക. പേജിലെ ലേഔട്ട് ടാബിലേക്ക് തിരികെ പോയതിനു ശേഷം എന്ത് ചെയ്യുക, ആ പേജിന്റെ നിറം എന്താക്കുക, നീലയാക്കുക. പേജിലെ ലേഔട്ട് ടാബിലേക്ക് തിരികെ പോയതിനു ശേഷം എന്ത് ചെയ്യുക, പേജിന്റെ നിറം നീലയായി സജ്ജമാക്കുക. Go back to the page layout tab and set the page color to blue. അടുത്ത നോക്കിക്കേ, now if you want to add some visual things, the background is blue, let's add some clouds. Go to the insert tab and select shapes and insert oval shapes filled with the white and choose no outline color. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദൃശ്യങ്ങൾ ചേർക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പശ്ചാത്തലത്തില് നീലയായതിനാൽ പശ്ചാത്തലം നീലയായിട്ട് നമ്മൾ നീല കളറിലേക്ക് പോകാൻ പറഞ്ഞില്ല. ഇപ്പൊ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ പശ്ചാത്തലം എന്തായിരിക്കും, നീലയായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മേഘങ്ങൾ ചേർക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, അതിന് മേളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മേഘങ്ങൾ ചേർക്കുന്നത് കണ്ടില്ലെങ്കിൽ മേഘങ്ങളാണ് എന്ത് ചെയ്യുക, ചേർക്കാം. അതായത് നമ്മുടെ പശ്ചാത്തലം ഇപ്പൊ എന്താണ്, ബ്ലൂ ആണ്. ബ്ലൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ മേളില് എന്താണ് കുറച്ച് മേഘങ്ങൾ ചേർക്കാം. Get to the insert tab and select shapes and insert oval shape filled with white and choose no outline color. Insert ടാബിലേക്ക് പോയി ആകൃതി തിരഞ്ഞെടുത്ത് ഓവൽ ആകൃതിയിലുള്ള ഔട്ട്ലൈനിൽ വെള്ള നിറം തിരഞ്ഞെടുക്കരുത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ടാബിലേക്ക് പോയതിനു ശേഷം ആകൃതി തിരഞ്ഞെടുത്ത് ആകൃതി ഏതാകൃതിയാണ് തിരഞ്ഞെടുക്കുക, ഓവൽ ഷേപ്പ് ആകൃതിയിൽ തിരഞ്ഞെടുക്കുക. ആകൃതി തിരഞ്ഞെടുത്താൽ എന്ത് ചെയ്യരുത്, ആ ആകൃതിയിൽ വൈറ്റ് കളർ തിരഞ്ഞെടുക്കരുത്, വെള്ള നിറം തിരഞ്ഞെടുക്കരുത്. Along with the bottom
along with the bottom of the banner. ബാനറിന്റെ അടിഭാഗത്തോടൊപ്പം അവയെ വിന്യസിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതായത് നമ്മൾ ഷേപ്പ് തിരഞ്ഞെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ബ്ലൂവില് മേഘങ്ങളുടെ പടം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓവൽ ഷേപ്പ് തിരഞ്ഞെടുക്കുക. ഓവൽ ഷേപ്പ് തിരഞ്ഞെടുത്തതിന് അതിനകത്ത് എന്ത് ചെയ്ത് വെള്ളം നിറം കൊടുക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യുക, ബാനറിന്റെ അടിഭാഗത്തോടൊപ്പം അവയെ എന്ത് ചെയ്യുക, വിന്യസിക്കുക. ബാനറിന്റെ അടിഭാഗത്തോടൊപ്പം എന്ത് ചെയ്യുക, അവയെ വിന്യസിച്ച് കൊണ്ടുപോവുക. Let's add an easy gradient to the background. Let's add an easy gradient to the background. പശ്ചാത്തലത്തിലേക്ക് ഒരു എളുപ്പം ഗ്രാഡിയന്റ് ചേർക്കാം. നോക്കിക്കേ, go back to the page layout on the choose page color and select fill effect from the drop down. Go back to the page layout on that choose page color and select fill effect from the drop down. അതായത് പേജിലെ വർണ്ണം തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യാൻ, ഡ്രോപ്പ് ഡൗണിൽ നിന്നും ഫിൽ എഫക്റ്റുകൾ തിരഞ്ഞെടുക്കുക. പേജിലെ വർണ്ണം തിരഞ്ഞെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഡൗണിൽ നിന്ന് എന്ത് ചെയ്യുക, ഫിൽ എഫക്റ്റുകൾ തിരഞ്ഞെടുക്കുക. പേജിലെ വർണ്ണം തിരഞ്ഞെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഫിൽ എഫക്റ്റുകൾ തിരഞ്ഞെടുക്കുക. Let's add an easy gradient to the background. Go back to the page layout on the choose page color and select fill effect from the drop down. Choose the gradient from the pop-up window. Her tones of choose are available. Choose the gradient from pop-up window. Her tones of choice are available. Choose the gradient from the pop-up window. Her tones of choice are available. അതായത് പോപ്പപ്പ് വിൻഡോയിൽ നിന്ന് ഗ്രാഡിയന്റുകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ടൺ തിരഞ്ഞെടുപ്പുകൾ ലഭ്യമാണ്. അതായത് പോപ്പപ്പ് വിൻഡോയിൽ നിന്ന് ഗ്രാഡിയന്റുകൾ തിരഞ്ഞെടുക്കുക. അപ്പൊ എന്താണ്, ടൺ തിരഞ്ഞെടുപ്പുകൾ ലഭ്യമാണ്. പോപ്പപ്പ് വിൻഡോയിൽ നിന്ന് ഗ്രാഡിയന്റുകൾ തിരഞ്ഞെടുക്കുക. അവിടെ എന്താണ്, ടൺ തിരഞ്ഞെടുപ്പുകൾ ലഭ്യമാണ്. Go back to the insert tab and select text box. Go back to the insert tab and select text box. അതായത് തിരികെ ടാബിലേക്ക് തിരികെ പോയി ടെക്സ്റ്റ് ബോക്സ് തിരഞ്ഞെടുക്കുക. ടാബിലേക്ക് തിരികെ പോയി എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് തിരഞ്ഞെടുക്കുക. ടാബിലേക്ക് തിരികെ പോയി ടെക്സ്റ്റ് ബോക്സ് തിരഞ്ഞെടുക്കുക. ടാബിലേക്ക് തിരികെ പോയിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് തിരഞ്ഞെടുക്കുക. Go back to the insert tab and select text box. അടുത്ത പത്താമത്തെ നോക്കിക്കേ, add some text give a styling and make stand out. Add some text give a styling and make stand out. ചില വാചകങ്ങൾ ഒരു സ്റ്റൈലിംഗ് നൽകുകയും വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ടോ. അതായത് ചില വാചകങ്ങൾ ഒരേ സ്റ്റൈലിലാണോ നൽകുന്നത്, അവ എന്താ വേറിട്ട് നിൽക്കുന്നുണ്ടോ. ചില വാചകങ്ങൾ ഒരേ സ്റ്റൈലിലാണോ ചെയ്യുന്നത്, അവ എന്ത് ചെയ്യുന്നുണ്ടോ, വേറിട്ട് നിൽക്കുന്നുണ്ടോ. Add some text give a styling and make stand out. Place it to the left or wherever you think it would be noticed. Place it to the left or wherever you think it would be noticed. അതായത് എന്താ, ഇത് ഇടതുവശത്തായി അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത് നിങ്ങൾ കരുതുന്നിടത്ത് വെക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇടതുവശത്ത് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നിടത്ത് എന്ത് ചെയ്യുക, വെക്കുക. അത് ഇടതുവശത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കപ്പെടുന്നിടത്ത് വെക്കുക. Add some text give a styling and make stand out. Place it to the left or where you think it would be noticed. അടുത്ത നോക്കിക്കേ, now the text is aligned and the drop into the text box. To change the vertical alignment, right click on the text box and choose format auto shape. Now the text gets aligned to the drop into the text box. To change the vertical alignments change ചെയ്തതിനു ശേഷം right click on the text box. Text box right click കൊടുത്ത് choose format auto shape. Format auto shape choose ചെയ്യുക. Now the text gets aligned to the drop into the text box. To change the vertical alignment, right click on the text box and choose format auto shape. Window. Now you can choose top, center or bottom alignment from the pop-up window. Now you
You can add more shapes. You can add more text. You can also change the transparency of shapes and their fill color. To do so, repeat the previous step and play with the transparency slider. You can add more shapes and you can add more text. You can also change the transparency of shapes and their fill color. To do so, repeat the previous step and play with the transparency slider. Okay, 14 again. The end result is your own web banner. The end result is your own web banner. The അന്തിമ ഫലം നിങ്ങളുടെ സ്വന്തം വെബ് ബാനറിലാണ്. അതായത് അതിന്റെ അന്തിമ ഫലം എവിടെയാണ് ലഭിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം വെബ് ബാനറിലാണ് ലഭിക്കുന്നത്. അന്തിമ ഫലം നിങ്ങളുടെ സ്വന്തം വെബ് ബാനറിലാണ് ലഭിക്കുന്നത്. The end result is your own web banner. നിങ്ങളുടെ അന്തിമ ഫലം നിങ്ങൾക്ക് എവിടെ ലഭിക്കുന്നു? നിങ്ങളുടെ സ്വന്തം വെബ് ബാനറിൽ ലഭിക്കുന്നു. Press print screen button on your keyboard and paste it into MS Paint. Then press print screen button on your keyboard and paste it into MS Paint. Then press print screen button on your keyboard and paste it into MS Paint. Then press print screen button on your keyboard and paste it into MS Paint. അതായത് നിങ്ങളുടെ കീബോർഡ് പ്രിന്റ് സ്ക്രീൻ ബട്ടൺ എന്ത് ചെയ്യുക? അമർത്തി MS Paint ഒട്ടിക്കുക. തുടർന്ന് നിങ്ങളുടെ കീബോർഡിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ബട്ടൺ അമർത്തി MS Paint ഒട്ടിക്കുക. Okay. There you can crop and change it and save it as an image. There you can crop and change it and save it as an image. അതിനുശേഷം നിങ്ങൾക്ക് അത് ക്രോപ്പ് ചെയ്യാനും മാറ്റാനും ഒരു ഇമേജ് ആയി സംരക്ഷിക്കാനും കഴിയും. അവിടെ എന്താ ക്രോപ്പ് ചെയ്യാനും അതെന്ത് ചെയ്യാൻ കഴിയും? അതൊരു ഇമേജ് ആയി സംരക്ഷിക്കാനും കഴിയുന്നത്. ക്രോപ്പ് ചെയ്യാനും നിങ്ങൾക്ക് അതൊരു ഇമേജ് ആയി സംരക്ഷിക്കാനും കഴിയുന്നത്. ക്രോപ്പ് ചെയ്യാനും മാറ്റാനും എന്താ ഒരു ഇമേജ് ആയി സംരക്ഷിക്കാനും കഴിയുന്നത്. അത് ക്രോപ്പ് ചെയ്യാനും മാറ്റാനും ഒരു ഇമേജ് ആയി സംരക്ഷിക്കാനും കഴിയും. There you can crop and change it and save it as an image. Okay. അപ്പോൾ ടീച്ചർ 12 ഇത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടെ ടീച്ചർ റീഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Create a web banner in Microsoft Word ചെയ്തത് 12 ഘട്ടങ്ങളാണ്. 12 ഘട്ടങ്ങളാണ് ടീച്ചർ പഠിച്ചത്. അതുകൊണ്ട് പറഞ്ഞിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. Okay. Open up your 2007. It will automatically have a new blank document. Go to the tab page layout, choose size and choose more paper size at the bottom. The first is the from the pop-up window page layout, choose margin and then choose custom margin. Next click on the margin order set to bottom left and right margin to 0. On the same pop-up window, choose paper from paper size. Drop down list to choose custom size. There enter windows to 7 inches and height to 2 inches. This is approximated 195 PS by 680 PS. Another then click on the layout tab and set the size for the header and the footer to 0 as well. After the fiber, go back to the page layout tab and set the page color to blue. At the 6th one again. Now if you want to add some visual, since that the background is blue, let us add some notes. Go to the insert tab and select shapes and insert all shapes. Fill with the white and choose no outline color aligns those along with the bottom of the banner. At the 7, let's add an easy guardian to the background. Go back to the page layout on the choose page color and select the fill effect from the drop down. 8. Choose the gradient from the pop-up window. Turns off choose are available. 9. Go back to the insert tab and select text insert. 10. Add some text in styling and make it stand out. Place it to the left or wherever you think it could be noticed.
11. Now the text gets aligned to the top in the text box. To change the vertical alignment, right click on the text box and choose format or the shaper at the top. Now you can choose top, center or bottom alignment from the pop-up window. 13. You can add more shapes and you can add more text. You can also change the transparency of shapes and their color. To do so, repeat and previous step and play with the transparency slider. That's the last one. The end result is your own web banner. Then press the screen button on your keyboard and you place it into MS Paint. There you can work and change it and save it as an image. നിങ്ങളെന്ത് കാര്യം പഠിച്ചത് നല്ലതുപോലെ മനസ്സിലാക്കി ഫ്രീ ടൈംസ് നല്ലതുപോലെ മനസ്സിലാക്കി റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്തതിനു ശേഷം ടീച്ചറിനെ കൊണ്ട്, അതായത് നിങ്ങളെ കൊണ്ട് പഠിച്ച് ഭാരതീയ ക്രിയേറ്റീവ് വെക്കാതെ മൈക്രോസോഫ്റ്റ് വേർഡ് 14 പഠനം നല്ലതുപോലെ നല്ല വൃത്തിയായിട്ട് വീട്ടിലിരുന്ന് ഫ്രീ ടൈംസ് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിനു ശേഷം സൈൻ ചെയ്യുക. സൈൻ ചെയ്തതിനു ശേഷം ടീച്ചർ വിട്ടു തരിക. അതിലെന്തെങ്കിലും ഡൗട്ട്